ഓക്കെ. ഓഡിയബിൾ ആണോ? യെസ്. ഓക്കെ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. മിറാക്കിൾ മോർണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, എല്ലാ ദിവസവും നമുക്കൊരു പുതിയ ദിവസം തുടങ്ങുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ പുതിയ പുതിയ ആക്ടിവിറ്റികൾ പുതിയ പുതിയ ഉണർവോടുകൂടി നമുക്ക് ചെയ്യാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഗ്രാമാണ് മിറാക്കിൾ മോർണിംഗ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ ചേഞ്ചസും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അറിവുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വിലമതിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ മോർണിംഗിൽ. ഈ മിറാക്കിൾ മോർണിംഗിൽ ഇങ്ങനെ എനിക്ക് ഒരു അവസരം കിട്ടിയ തന്നതിന് അതിന്റെ എന്താണ് അഡ്മിൻസിനോടെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു സെഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ കൂടുതൽ വോളിയം ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അല്ല അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മനോഹരമായ ഒരു സെഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായ അല്ലെങ്കിൽ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അതോടൊപ്പം തന്നെ വരുമാനം നമുക്ക് ഉയർത്തിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സെഷൻ ആണെന്ന് കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ വരുന്ന വ്യക്തിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്റെ സ്പോൺസറാണ്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് തന്നെ. ഞാൻ അഭിമാനത്തോടെ അത് പറയും. അപ്പോൾ വളരെ മനോഹരമായി, കാരണം എന്തുകൊണ്ടും ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് എന്നാണ്. കട്ടപ്പനയിൽ നിന്നാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. വളരെ ഹാർദവമായി സന്തോഷമായിട്ട് തന്നെ അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. സന്തോഷ് ഏട്ടാ, പ്ലീസ്. താങ്ക് യു പ്രവീൺജി. ഞാൻ ഓഡിയോൾ ആണോ പ്രവീൺ? അതെ അതെ, ഓക്കെ. ഓക്കെ, വിഷ്വൽസ് ആണല്ലോ. ഓക്കെ, ഇന്നത്തെ ഈ മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാമിലേക്ക് സംസാരിക്കാൻ അവസരം തന്ന കേരള വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. അതോടൊപ്പം തന്നെ എന്നെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വേണ്ട സപ്പോർട്ടിങ്ങും ഗൈഡൻസും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന നിജു സാറിനും സൗമ്യ മാഡത്തിനും നന്ദി പറയുന്നു. ശരിക്കും പ്രവീൺജി എന്നെ പരിചയപ്പെടുത്തി. പേര് സന്തോഷ് എന്നാണ്. സ്ഥലം കട്ടപ്പനയാണ്, ഇടുക്കിയിലെ കട്ടപ്പനയിലാണ്. ഞാന് മെക്കാനിക്കൽ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ തന്നെ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ മഹത്തരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തത്. എന്റെ ജീവിതത്തിലും അതല്ലെങ്കിൽ ഈ വെസ്റ്റീജ് ബിസിനസ്സിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ മോർണിംഗ്. ശരിക്കും മിറാക്കിൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്ന സമയം തൊട്ട് ഞാൻ ഈ മിറാക്കിൾ മോർണിംഗ് എല്ലാ എപ്പിസോഡ് തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാമെന്നും, അതായത് വിന്നിംഗ് ടീമിന്റെ 10 കോർ സ്റ്റെപ്പിലെ എങ്ങനെ ഡ്രീംസുകൾ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ശ്രീധർ സാറ് കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അവസരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഡ്രീം ഇല്ലാത്ത ഒരാള് അല്ലെങ്കിൽ അതാത് ദിവസത്തെ വരുമാനത്തിന് വേണ്ടിയുള്ള ആളുകളൊന്നും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ശ്രീധർ സാർ നമുക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം ഇന്നലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ നിജു സാറ് കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, അതായത് ഈ ഒരു ഡ്രീം മാത്രം ഉണ്ടായാൽ പോരാ, ഇതിൽ എങ്ങനെ അത് നേടിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ നിജു സാർ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സെഷൻ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സെഷൻ, ഞാൻ ആക്ച്വലി നമുക്ക് ഒരു ബിഗ് വോളിയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് ചെയ്യേണ്ട കാര്യം, കമ്പനി നോക്കുന്നത് വോളിയം കയറുന്ന ആളുകൾക്ക് മാത്രമേ, അല്ലെ വോളിയത്തിനനുസരിച്ച് മാത്രമേ നമ്മുടെ ടീമിൽ വോളിയം കയറിയെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടാറുള്ളൂ. അപ്പൊ ബിഗ് വോളിയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തുടങ്ങിയ ആ ഒരു രീതി, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ഒരു ദൗത്യം. അതിന് വേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, നമുക്ക് 100% ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. അപ്പം എല്ലാ വീടുകളിലും തന്നെ കുറച്ച് അടുക്കളത്തോട്ടങ്ങൾ കാണും, അല്ലെങ്കിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ കാണും. ഇപ്പം ഞങ്ങൾ ഹൈ റേഞ്ചിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രി പ്രൊഡക്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് മൂവിങ് ആകുന്നത്. അപ്പൊ കൃഷിയാണ് ഇവിടുത്തെ ഒരു ജീവിത മാർഗം. അപ്പം അടുക്കളത്തോട്ടങ്ങളുള്ള വീടുകൾ കാണും, അല്ലെങ്കിൽ ഓരോ വീടുകളിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള ആളുകൾ കാണും. ഇവിടെ നമുക്ക് സമ്പത്തിന്റെ കുറവുള്ള ആളുകൾ കാണും. ഇപ്പൊ ഞാനൊക്കെ ഇതിനകത്തോട്ട് കടന്നു വന്ന സമയത്ത് എനിക്ക്
ശരിക്കും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് വന്നു. അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഹെൽത്ത് ചലഞ്ച് വന്നു. ചെയ്തുകൊണ്ടിരുന്ന ജോലിയോ അല്ലെങ്കിൽ ആ കൂട്ടത്തെ ഓട്ടോറിക്ഷയോ ഒന്നും എനിക്ക് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത വരുമാനങ്ങളൊക്കെ പക്ഷേ ഉണ്ട്. ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിലേക്ക് എന്റെ ഗ്രേറ്റ് ലീഡർ ചോദിച്ചപ്പോഴാണ് ഇതൊന്ന് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അതിന് നമുക്ക് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞ ഓഫറുകൾ വരുന്നുണ്ട്. ജസ്റ്റ് 100 PV വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 160 PV ചെയ്യാം. 100 PV തന്നെ 4 കൺസിസ്റ്റൻസി ഒക്കെ ചെയ്യാം. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയിരുന്നു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ അത് എനിക്കത് 4 കൺസിസ്റ്റൻസിക്ക് സെൽഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനേക്കാളും ഒക്കെ ഉപരി കുറെ അധികം കസ്റ്റമറെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ ഒരു 3000 രൂപയുടെ സാധനം ഒരു വീട്ടിലേക്ക് ആവശ്യമുണ്ടാകും. പക്ഷെ നമ്മളിവിടെ 160 PV കൺസിസ്റ്റൻസി എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 5000 രൂപ എടുത്തു വരുന്നുണ്ട്. അപ്പം നമ്മൾ അത്രയും പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കസ്റ്റമറേയും കൂടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് അഗ്രി പ്രൊഡക്റ്റുകൾ ടൂൾസ് ബാഗിനകത്തിട്ടുണ്ട് പോകുമായിരുന്നു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷയുടെ ബാഗിൽ കുറച്ച് പെട്ടിക്കകത്ത് കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറെ ആൾക്കാരോട് പറയുമെങ്കിൽ മാത്രമേ, ഒരു 10 പേരോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ നമ്മൾ ഇതൊന്ന് കേൾക്കാൻ തയ്യാറാകത്തുള്ളൂ. പക്ഷേ അഗ്രി പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഒരാളോട് കാണിക്കുമ്പോൾ, ഇത് ഞങ്ങൾ നോക്കിയിരുന്ന സാധനമാണ്, ഇത് നേരത്തെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വേറൊരു കമ്പനിയുടെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല, അപ്പൊ ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണെന്നുള്ള രീതിയിൽ വാങ്ങിയ ആൾക്കാരുണ്ട്. പിന്നെ ശരിക്കും അത് എന്റെ തുടക്കത്തിലായിരുന്നെങ്കിൽ പോലും എനിക്ക് ഹെൽത്ത് ചലഞ്ച് വന്ന സമയത്ത് നമ്മുടെ വെൽനസിന്റെ ഫുഡ് സപ്ലിമെന്റുകൾ വളരെ അധികം എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് സപ്ലിമെന്റിലാണ് ഓൾറെഡി എന്റെ ഹെൽത്ത് ചലഞ്ച്. എന്നോട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസമിൻ, കാൽസ്യം, പ്രോട്ടീൻ പൗഡർ, ഇങ്ങനെ ഒരു 3-4 ഐറ്റം സാധനങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുകയും ആ സർജറിയിൽ നിന്ന് എനിക്ക് ഒഴിവാകാൻ പറ്റുകയും ഇപ്പം കിലോമീറ്ററുകൾ 2 വീലർ ഓടിച്ച് പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് വരാൻ പറ്റിയത് ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത്, വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്ത് വെൽനസ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം ഏതൊരു വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും അസുഖങ്ങളില്ലാത്ത ആളുകൾ കാണത്തില്ല. എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ നിജു സാറിന്റെ വീട്ടില്, ഫാമിലിയില് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കൊച്ചിന് ശ്വാസം മുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഈ എയർ പ്യൂരിഫയറിനെ കുറിച്ചും സപ്ലിമെന്റുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ആ റിസൾട്ടും എനിക്ക് ഓൾറെഡി നേരിട്ട് കാണാൻ പറ്റി. അപ്പൊ അത് ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ്, നമുക്ക് വെൽനസിന്റെ ഗുരുക്കളായിട്ടുള്ള ലീഡേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും മറ്റുള്ള ആളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കാനും ഞാൻ തയ്യാറായി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തും ഷെയർ ചെയ്തു. എന്തൊക്കെ ഉണ്ടായ മാറ്റം ഓൾറെഡി അവരിലത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവിന്റെ അടുത്തും ഷെയർ ചെയ്ത സമയത്ത് ഇവരും പതിയെ പതിയെ ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. അപ്പം അതിലൂടെ ഒരു ബിഗ് വോളിയം നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളിലൂടെ ഷെയർ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ, ഇപ്പം നമ്മുടെ കമ്പനിയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് പറയുന്ന ഒരു 10,000 രൂപയുടെയെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ആ പ്രൊഡക്റ്റുകൾ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരാളോട് പറയുന്ന സമയത്ത് ഇത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇന്നലെ തന്നെ ഞാൻ ഒരാളുമായിട്ട് പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ നോക്കിയ സമയത്ത് കുറെ അധികം പ്രൊഡക്റ്റുകൾ അവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന കമ്പനിയിൽ. അപ്പൊ അവര് എന്നോട് നമ്മുടെ ബിസിനസ് രീതി എങ്ങനെയാണ്, അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ ഒരു സൂമിൽ ഒരു സെഷൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് എങ്ങനെയാണ് വോളിയം ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവര് ഓൾറെഡി ഇന്നത് കയറാന്ന് പറയുന്നുണ്ട്. കയറിയില്ലോ എന്ന് അറിയില്ല. അങ്ങനെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ വോളിയം കയറി വരുന്നതാവും. അപ്പം പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തു വെച്ചു. അപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഇപ്പൊ 2 ലിറ്ററിന്റെ ബോട്ടിലാണ്. അടുത്തുള്ള വീടുകളിലൊക്കെ പറയുന്ന സമയത്ത് അവർ പറയും, ഇത് 2 ലിറ്റർ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഞങ്ങൾ സാധാരണ 1/2 ലിറ്റർ മേടിക്കുന്ന, അല്ലെങ്കിൽ 1 ലിറ്റർ ആണ് മേടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വീടുകളിലേക്ക് ഓരോ ഗ്ലാസ്സിനകത്ത് സാമ്പിൾ കൊണ്ട് കൊടുത്തു. പക്ഷെ ഇപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു
10 ലിറ്ററിന് മേളിൽ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പോലും അറിയാതില്ല ഇപ്പൊ വൈഫ് അത് സെയിലാക്കി മാറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കൊടുത്തപ്പം അവർക്ക് അതിനകത്ത് കോൺഫിഡന്റ് ആയി, ആ ഉപയോഗിച്ച കസ്റ്റമറിന് കോൺഫിഡന്റ് ആയി, അവര് തിരിച്ചു വാങ്ങി വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാം. ഇപ്പം പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡക്റ്റുകൾ വാങ്ങാറുണ്ട്, വാങ്ങി അത് അന്നേരെ സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്. ഇപ്പം ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം എന്റെ കൂടെ ജോയിൻ ചെയ്ത ഒരാള്, അദ്ദേഹം ഒരു 4000 രൂപയ്ക്ക് മേളിൽ പ്രൊഡക്റ്റുകൾ വാങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാനത് മൊത്തം വിറ്റ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപയോഗിച്ചില്ലേന്ന് വെച്ചു. ഇല്ല, ഞാൻ ഉപയോഗിച്ചില്ല, ഞാൻ മൊത്തം കൊടുത്തു. അപ്പം കൊടുത്തപ്പോൾ എനിക്ക് ലാഭം കിട്ടി, ഞാനത് കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം കൊടുത്തെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് വാങ്ങണമെന്നില്ല എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ കമ്പനിയുടെ കിട്ടുന്ന ഓഫറുകൾ, അത് നമ്മുടെ വിന്നിംഗ് ടീം ലീഡേഴ്സിന്റെ ഓഫറുകൾ വരുന്നുണ്ട്, കമ്പനിയുടെ ഓഫറുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അന്നൊരു ഗോവ ട്രിപ്പ് വന്ന സമയത്ത് പുതിയൊരു 5-6 ജോയിനിങ് എടുക്കാൻ കമ്പനി ആവശ്യപ്പെട്ടു. അല്ല, ആ സമയത്ത് നമുക്ക് അതിലേക്ക് എത്തി അങ്ങനെയുള്ള ഓഫറുകൾ നേടുന്ന സമയത്താണ് നമ്മുടെ മാറ്റം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും ആ സമയത്ത് നമ്മുടെ കൂടെ കൂടുതൽ ആളുകൾ കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ കമ്പനി അനൗൺസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും, അതുപോലെ തന്നെ സെൽഫ് പോയിന്റ് 500 PV ക്ലബിലേക്കൊക്കെ വരാൻ, വിന്നിംഗ് ടീം ലീഡേഴ്സ് നമ്മുടെ 500 PV ക്ലബിലേക്കൊക്കെ വരാൻ പറയുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ ഞാൻ കമ്പനിയുടെ എല്ലാ ഓഫറുകളും ഞാൻ അതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ശരിക്കും ആ ഒരു ലെവലില് വോളിയം കയറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളും കമ്പനി അനൗൺസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഓഫറുകളെല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു ബിസിനസ്സായിട്ട് ഇതിനെ കാണാനുള്ളത്. ഇപ്പം 160 PV എടുക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് കുറച്ച് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ കസ്റ്റമറെ നമുക്ക് അടുത്ത ഒരു മാസങ്ങളിലാകുമ്പോഴത്തേനും അത് നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം അതിന് ചെയ്യേണ്ട, ഇപ്പം നമ്മുടെ ഗേറ്റ് ലീഡർ ഭരത് സാർ പറഞ്ഞ പോലെ കൂട്ടത്തിൽ ഉണ്ടാകണം. അപ്പം കൂട്ടത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള ഓഫറുകൾ നമുക്ക് മനസ്സിലാക്കാനും, നമ്മൾ അതിനുവേണ്ടി കൂട്ടത്തിൽ ഉണ്ടാവണം, കൂട്ടത്തോടെ ഉണ്ടാവണം എന്ന് പറയും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ FRU എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഇപ്പൊ കഴിഞ്ഞ തവണ FRU പ്രോഗ്രാമിന് ഞാൻ എന്റെ കൂട്ടത്തിൽ ഒരാളാണ് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഏകദേശം 6 പേർക്ക് മേളിൽ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ കൂട്ടത്തോടെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുക, അതൊക്കെ ആണെങ്കിൽ പിന്നെ മുന്നിലുണ്ടാവുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ വോളിയം, ആ വോളിയം ചെയ്യുന്ന രീതിയിൽ കമ്പനി അനൗൺസ് ചെയ്തേക്കുന്നതിന് എല്ലാം മുന്നിലുണ്ടാകും. ഇപ്പം V20 എന്ന് പറയുന്ന ആ ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങി. എന്നെയൊക്കെ സംഭവിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറെ നാളായിട്ട് ഈ 500 PV ക്ലബിലേക്ക് വന്ന സമയത്ത് ഈ 500 PV മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുന്നതായിരുന്നു. പക്ഷെ 2024 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ഞാനൊരു 1000 PV എൻ്റെ ഒരു ടാർഗറ്റ് ഇട്ടു. അപ്പം സെൽഫിൽ ഒരു 1000 PV കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു. ഞാൻ എൻ്റെ മെൻറ്ററുമായിട്ട് ഇരുന്ന് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ചുകൂടെ, അപ്പൊ 500 PV എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്ത്, ആ കൂട്ടത്തിൽ അടുത്തൊരു 500 PV കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൾറെഡി ഒരു 1000 PV മേളിൽ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ, മാർച്ചിലേക്ക് എത്തി നിൽക്കുന്നു. ഇതും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. 1000 PV മേളിൽ ടാർഗറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ഇത് എന്നെ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ സെൽഫ് PV കൂട്ടണം എന്നുള്ളതല്ല, കൂട്ടണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വോളിയം കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മള് വോളിയം, നമുക്ക് കമ്പനി എന്താ വരുന്നത്, നമ്മുടെ ടീമിലെ കുറച്ച് വോളിയം കയറുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ കമ്പനിയിൽ നിന്ന് കുറച്ച് പർച്ചേസുകളുടെ കൂടുന്നതനുസരിച്ചാണ് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക, പുതിയ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മള് കൂട്ടത്തിൽ തന്നെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് ഈ ഓഫറുകളിലെല്ലാം നമ്മൾ കയറി വരണ്ടേ. അതുപോലെ തന്നെ അഗ്രി പ്രൊഡക്റ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അഗ്രി പ്രൊഡക്റ്റുകളായിരുന്നു മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്തും അഗ്രി പ്രൊഡക്റ്റുകൾ ഞാൻ ചെയ്ത കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്ന സമയത്ത് അവർ വീണ്ടും വീണ്ടും മേടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയി. കാരണം ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലേക്ക് കോൺഫിഡന്റ് ആയി. ആ സമയത്തൊന്നും ഇവിടെ ഓഫീസുകളില്ലായിരുന്നു, നമുക്ക് ഇടുക്കി ജില്ലയിലെ ഓഫീസിലായിരുന്നു. അപ്പം എനിക്ക് പെരുമ്പാവൂരിന്ന് സാറ് എറണാകുളത്ത് പോയി പർച്ചേസ് ചെയ്തിട്ട് ബസ്സിൽ കയറ്റി വിട്ട് രാത്രി 10 മണിക്കും 12 മണിക്കും ഒക്കെ ബസ്സിൽ നിന്ന് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കസ്റ്റമേഴ്സിന് കൊണ്ട് കൊടുക്കുന്നു. വൈകുന്നേരമാണ് വീണ്ടും കസ്റ്റമർ ഓർഡർ വരുന്നത്, ഇനിയും കുറച്ച് സാധനം കൂടെ വേണമെന്ന് പറയുന്നു. ഇത് വീണ്ടും 2-3 ദിവസമൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റുകൾ എടുത്തത്. ഒരു 5000 രൂപയുടെയൊക്കെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തു വെക്കാൻ തുടങ്ങി.
അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുകളൊന്ന് എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. അപ്പൊ പ്രൊഡക്റ്റുകൾ എടുത്തു വെച്ചതനുസരിച്ച് ഓരോ ആഴ്ചയിലും ഇത് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്ത് സെയിൽ ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റമറെ ഓർഡർ വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകൾ ചെറിയ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയും എന്റെ പ്രൊഡക്റ്റ് തീർന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ ഓയിൽ ആയിക്കോട്ടെ, ഈ ഒരു സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം കാണും. ഇവരിത് തീർന്നു പോയെന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവർ വേറെ സാധനങ്ങൾ യൂസ് ചെയ്യും, വേറെ കമ്പനികളുടെ. കാരണം പല കമ്പനികളുടെ പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പം അവരത് യൂസ് ചെയ്യും. അപ്പൊ ഇത് തീർന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ എത്തിക്കുക എന്നുള്ള ഒരു പണി നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ വോളിയം ആ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് നിലനിർത്തിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതിന് ഞാൻ ഉദാഹരണത്തിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ഓയിൽ തീർന്നു പോയി, നമ്മുടെ ഒരു സുഹൃത്തിന് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓഫീസിൽ പോയി, അതായത് അന്ന് ചെമ്മണ്ണാട്ടിലായിരുന്നു ഓഫീസിൽ പോയി കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി. ഒരു 15 കിലോമീറ്റർ വന്നു കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് എനിക്കൊരു ഹെയർ ഓയിലൂടെ വേണമെന്ന്. അപ്പൊ ഞാനത് അവിടെ നഷ്ടം നോക്കാതെ വീണ്ടും തിരിച്ചുപോയി ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഇപ്പോൾ അവരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ 1000-1500 രൂപയുടെ സാധനം എല്ലാ മാസവും ആ കസ്റ്റമർ വാങ്ങുന്നുണ്ടെന്നുള്ളത്. അത് എന്റെ ഐഡിയയിൽ വാങ്ങി എനിക്കത് ആ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ട് ഐ ഡി വാങ്ങാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, എനിക്ക് സന്തോഷിന്റെ ഐ ഡി തന്നെ മതി എന്നുള്ള രീതിയിലാണ് അവര് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പിന്നെ അഗ്രി പ്രൊഡക്റ്റിന്റെ റിസൾട്ട്, ഇപ്പൊ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ റിസൾട്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് ഹെൽത്ത് ചലഞ്ച് വന്ന സമയത്ത് വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് പറയുന്നതിലൂടെ ആളുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ അഗ്രി പ്രൊഡക്റ്റ് ഹൈ റേഞ്ചിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന അഗ്രി പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമർ അവര് ഓൾറെഡി ആ ഒരു അടുത്ത ആര് ചെയ്തു എന്നുള്ള രീതിയിൽ ചോദിച്ചത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരാളുടെ കൊണ്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ മേടിക്കുന്നില്ല, പക്ഷെ തൊട്ടടുത്ത തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെന്ന് പറയുമ്പോൾ അവര് അത് മേടിച്ചുപയോഗിക്കും. അപ്പം ഒരിക്കലും ആ കസ്റ്റമർ മറ്റൊരു കസ്റ്റമറോട് പോയി ചോദിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഇത് ഉപയോഗിച്ചോ എന്നൊന്നും ചോദിക്കത്തില്ല. അവരുടെ വിളവ് കൂടുന്ന കാണുന്ന സമയത്ത് ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അത് റിസൾട്ട് ഉണ്ടല്ലോ എന്ന് നമ്മൾ കോൺഫിഡന്റോടുകൂടി പറയുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പം പറയണേ 1000 PV ഒക്കെ മേളിൽ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ ലീഡേഴ്സ്, വെങ്കടേഷ് സാറിനെ പോലുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്നെ ഇതിനകത്തോട്ട് ക്ഷണിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമ്മുടെ വോളിയം കസ്റ്റമർ ബേസിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് വോളിയം കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളത് ടീമിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്തും. ടീമിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ കൂടുതലായിട്ടും പ്രൊഡക്റ്റുകളെ കുറിച്ചും പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റിലേക്ക് വന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. നമ്മളൊരു ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് അവരുടെ അല്ലെ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ കയറി വരുന്ന ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ നിൽക്കുകയായിരിക്കും. പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുന്നതിലൂടെ അവർക്ക് ഇത് സിമ്പിൾ ആണ്, അത് നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി അവർക്ക് അത് വാങ്ങി ഉപയോഗിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വരും. അപ്പൊ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ടീമിൽ വർക്ക് ചെയ്യുന്ന ഹോം മീറ്റിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുക, ആ ഹോം മീറ്റിങ്ങിലൂടെ നമുക്ക് ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വിജയിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കണം അല്ലെ. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ടീമിന്റെ കൂട്ടത്തിൽ നിൽക്കണം. വിജയിക്കുന്നത് പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളത് പഠിച്ചെടുക്കുക. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പം കമ്പനി അനൗൺസ് ചെയ്യാറുണ്ട് ഓഫറുകൾ. ഇപ്പം നമ്മുടെ റീപർച്ചേസ് ഓഫറുകൾ വരുന്നുണ്ട്, കൺസിസ്റ്റൻസി ഓഫറുകൾ വരുന്നുണ്ട്. അപ്പൊ റീപർച്ചേസ് ഓഫർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 17-ാം തീയതി 18-ാം തീയതി വരെ നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ പർച്ചേസുകൾ വരുന്നു. കസ്റ്റമേഴ്സിന് ഫ്രീ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു. അപ്പൊ നല്ല രീതിയിലുള്ള വോളിയം ഈ ഓഫറുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു മേഖലയിലൂടെ, അതായത് നമ്മുടെ ഓഫറുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹൈ വോളിയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അത്യാവശ്യം നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഒന്ന് പഠിച്ചിരിക്കുക. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് എയർ പ്യൂരിഫയറിന്റെ ആവശ്യമായിരിക്കും ഉള്ളത്, ചിലപ്പോൾ അഗ്രി പ്രൊഡക്റ്റുകളുടെ ആവശ്യമായിരിക്കും ഉള്ളത്, ചില ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ ആവശ്യമായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഒന്ന് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനുള്ള ബുക്ക്ലെറ്റുകളൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് അന്നേരം തന്നെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പ്ലാനിലേക്ക് പോവുക, ഒരാളെ കാണുന്നു, അവിടെ ചെല്ലുന്നു, പ്ലാൻ എടുക്കുന്നു.
അവര് സാറിന് ചിലർ പറയും ആലോചിക്കാന്ന് പറയും, പിന്നെ ഞാനിങ്ങ് പോകും, പിന്നെ ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ വിന്നിംഗ് ടീം സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇന്നലെ നിജി സാറ് പറഞ്ഞ ആ കമ്മ്യൂണിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത സമയത്ത് ഫോളോ അപ്പിലൂടെ മാത്രം ഒരു ആളുകളെ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് അവർക്ക് ഒരു പർച്ചേസിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് ഒരു കടന്നു വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രണ്ടാമത് പോകുന്ന സമയത്താണല്ലോ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവര് ക്യാഷ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇത് നമ്മുടെ കമ്പനി തന്നെ പറയുന്നുണ്ട് പ്രൊഡക്റ്റ് സെയിൽ അല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് കസ്റ്റമറുടെ പുതിയൊരു ഐഡിയ അടിച്ച് അവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാനും, ബില്ല് നമുക്ക് പിന്നീട് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ വീണ്ടും നമുക്ക് അതിനകത്തൊരു ഫോളോ അപ്പിലൂടെ അവരെ ഒരു നമ്മുടെ എന്താ ഫോർ ബേസിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ബിസിനസ് ആണോ കസ്റ്റമർ ആണോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താനും വീണ്ടും പോകാനുള്ള ആ വീട്ടിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു അവസരം കൂടെ അവിടെ നമ്മുടെ ഡൗൺലൈൻ ഇല്ലെങ്കിൽ പോലും പുതിയൊരാളുടെ അടുത്തോട്ട് പോകണമെങ്കിൽ നമ്മളാണ് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ പോകാനുള്ള ഒരു സാധ്യതയും കൂടെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഒരു പറഞ്ഞത് ഇപ്പം എനിക്ക് വെൽനസ് പ്രൊഡക്റ്റുകളെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വെൽനസ് പ്രൊഡക്റ്റുകൾ മാത്രം ഒരു 5000 രൂപയ്ക്ക് മേളിൽ പ്രൊഡക്റ്റുകൾ ഞാൻ ഓൾറെഡി സെയിൽ ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവര് മതി പ്രോട്ടീൻ പൗഡർ മാത്രം എനിക്ക് മതി, ഞങ്ങൾക്കത് അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ആരെ കണ്ടാലും നമ്മൾ പറയാൻ തയ്യാറാകുക എന്നുള്ളതാണ് പലർക്കും മടി. എനിക്കും മടിയുണ്ടായിരുന്ന കാര്യമാണ് ഇത് അവരോട് എങ്ങനെ പറയും. പക്ഷെ ചില ആളുകൾ നമ്മുടെ മാറ്റങ്ങൾ കാണുമ്പോൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു അവസരത്തിലൂടെ എനിക്ക് ഫോറിൻ ട്രിപ്പ് പോകാൻ പറ്റി, തായ്ലൻഡ് ഒക്കെ പോകാൻ പറ്റി നമ്മുടെ ലീഡേഴ്സിന്റെ കൂടെ. അപ്പൊ പോയ സമയത്ത് അല്ലെ പോയിട്ട് തിരിച്ചു വന്ന സമയത്തൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞങ്ങളോട് ഒന്ന് പറഞ്ഞതാ എന്നുള്ള രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പുതിയൊരാളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കാം, നമ്മളിൽ മാറ്റങ്ങൾ കാണിച്ചുകൊണ്ട് പുതിയൊരാളുകളിലേക്ക് ഈ അവസരം എത്തിക്കാം. അതിലൂടെ നമുക്കൊരു ബിഗ് വോളിയം നേടിയെടുക്കാൻ പറ്റും. അത് എല്ലാം കൊണ്ടും നമുക്ക് ഒരു മാറ്റം നമ്മളുണ്ടാക്കിയാൽ ഇതിനകത്ത് എത്തിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ വിജയിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. അതിന് നമുക്ക് നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എന്താണ് നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകുക. പക്ഷെ വിജയിക്കുന്നിടം വരെ ഉറച്ചു നിൽക്കണം. അല്ലാതെ കുറച്ചുനാൾ വന്നു പിന്നെ ആട്ടെ അല്ല ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ എന്തിനാണോ വന്നത് ഇത് നേടിയെടുക്കുന്നിടം വരെ നമുക്ക് ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ ഒരു വാശിയും കൂടെ വേണം കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് വിജയിച്ച് കാണിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു വാശി വേണം. അല്ലാതെ ചുമ്മാ ഇതിനകത്തോട് വന്നു കുറച്ച് നാൾ നോക്കി എന്നുള്ളതല്ല കാര്യം. നല്ലൊരു വാശി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റും. അപ്പം കൂടുതൽ എന്തൊക്കെയോ പറയണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനകത്തോട്ട് കടന്നു വന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിനകത്ത് വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സന്തോഷ് ചേട്ടാ. വളരെ നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നതും വോളിയം ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ലളിതമായി സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിയും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന് വളരെ നല്ല എന്താണ് താങ്ക്സ് നമുക്ക് ചാറ്റ് ബോക്സിലൂടെ നമുക്ക് അറിയിക്കാം. സന്തോഷമായിട്ടും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയെല്ലാം നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കാനുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഹോം മീറ്റിങ്ങിലൂടെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളായാലും അദ്ദേഹത്തിന് ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഹോം മീറ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ്. അവിടെ വെച്ച് ഡെമോ കാണിച്ചു കൊടുക്കാം, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അദ്ദേഹത്തിനും ഇതുപോലെ സെൽഫ് ഹോളി ആയിട്ടായാലും അല്ലെങ്കിൽ കുറെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായാലും അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സന്തോഷേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല വരേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ള വലിയ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു തന്നു. എന്തായാലും ഇത്രയേറെ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്ത് തന്ന, അല്ലെങ്കിൽ ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, സെൽഫ് വോളിയം ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നും എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്ന സന്തോഷേട്ടനെ ഹാർദവമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത നാളത്തെ സെക്ഷൻ പുതിയ ടോപ്പിക്കായിട്ട് അടുത്ത ലീഡേഴ്സ് എത്തുന്നുണ്ടാവും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാനിങ് നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കി പുതിയ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
എനിക്ക് ഈ ഒരു അവസരം തന്ന വിന്നിംഗ് ടീമിനോട് ഞാൻ വളരെ നല്ല എന്റെ ഹാർദവമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.